Hello everyone, welcome to Sri Narayana Guru Open University BA English first semester class, History of Britain, Block 4, Unit 2, Growth of New Middle Classes. Okay, in this unit, we are going to discuss that the social classes organize people based on the wealth, influence, and status, with the common types being poor, working middle, and rich. Okay, the middle class with white collar jobs has more money than the poor, but less than the rich. The lesson will discuss the growth and characteristics of the British middle class during the 16th and 17th century. Moving on, Tudor society. Okay, during the 16th in England, people mainly resides in small farming villages. അപ്പം ഈ 16th സെഞ്ചുറിയിൽ ഇംഗ്ലണ്ടിൽ ആളുകൾ താമസിച്ചിരുന്നത് ചെറിയ ചെറിയ farming വില്ലേജസിലായിരുന്നു. Under the Tudor monarchy, towns expanded, trade grew, and the country transformed into a commercial hub. അപ്പോൾ ഈ ഒരു ട്യൂഡർ മൊണാർക്കിയുടെ കീഴിൽ എന്താണ് ടൗൺസ് എക്സ്പാൻഡ് ചെയ്യുകയും ട്രേഡ് ഗ്രീവ് ചെയ്തു ആൻഡ് കൺട്രി ട്രാൻസ്ഫോംഡ് ഇൻ ടു കൊമേഴ്ഷ്യൽ ഹബ്ബ്. കൺട്രി എന്താണ് ഒരു കൊമേഴ്ഷ്യൽ ഹബ്ബായിട്ട് ട്രാൻസ്ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ടൈവിംഗ് മൈനിങ് ഇൻഡസ്ട്രീസ് ഫോക്കസ്ഡ് ഓൺ കോൾ, ടിൻ, അയൺ ആൻഡ് ലെഡ്. ഓക്കെ, ട്യൂഡർ സൊസൈറ്റി ഹാഡ് മെയിൻ ഫോർ സോഷ്യൽ ക്ലാസ്സസ്. അപ്പം ഈ ട്യൂഡർ സൊസൈറ്റിക്ക് 4 മെയിൻ സോഷ്യൽ ക്ലാസ്സസ് ഉണ്ട്. അപ്പർ ക്ലാസ് വേഴ്സ് ദ നൊബിലിറ്റി. അപ്പർ ക്ലാസ് എന്താണ്? നൊബിലിറ്റി ആയിരിക്കും. അവർക്ക് വലിയ വാസ്റ്റ് ലാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ബിലോ ദം വേർ ദ ജെൻട്രി ആൻഡ് വെൽത്തി മെർച്ചൻസ്. അപ്പൊ ഇവരുടെ തൊട്ട് താഴെ ജെൻട്രി അല്ലെങ്കിൽ മെർച്ചൻസ്, ഓക്കെ, വെൽത്തി മെർച്ചൻസ് ഒക്കെ ആയിരിക്കും. ഇവർക്കും എന്തായിരിക്കും? കുറെ ലാൻഡ് ഉണ്ടായിരിക്കും. ഇവർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളും കൂടിയാണ്. ആൻഡ് ഇവരുടെ തൊട്ട് താഴെയാണ് യോമൻ ആൻഡ് ക്രാഫ്റ്റ്സ്മാൻ ഒക്കെ വരുന്നത്. ഇവർക്കും ലാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വർക്ക്ഡ് ദംസെൽഫ്, ഇവര് സ്വയം വർക്ക് ചെയ്യുന്നവരാണ്. അതായത് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇവർക്ക് ലാൻഡും ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ആളുകളാണ് യോമൻ അല്ലെങ്കിൽ ക്രാഫ്റ്റ്മാൻ എന്ന് പറയുന്നത്. ആൻഡ് ദേ കുഡ് റീഡ് ആൻഡ് റൈറ്റ്. ഇവർക്കും വായിക്കാനും എഴുതാനൊക്കെ അറിയാമെന്നാണ് പറയുന്നത്. ദെൻ ദർ വർ ദ ടെനന്റ് ഫാമേഴ്സ്. അപ്പം ഇവരുടെ താഴെയുള്ള ഒരു കാറ്റഗറിയാണ് ടെനന്റ് ഫാമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവര് റെന്റിന് ലാൻഡ് എടുക്കുകയും അതുപോലെ തന്നെ വേജ് ലേബേഴ്സ് ആണ്. ഡെയിലി വേജിന് പണിയെടുക്കുന്ന ആളുകളാണ്. ഹു ആർ ഓഫൻ പുവർ ആൻഡ് അൺഎബിൾ ടു റീഡ്. ഇവര് ഭയങ്കര പാവങ്ങളും ആയിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് എഴുതാനോ വായിക്കാനോ ഒന്നും അറിയാത്ത ആളുകളായിരിക്കും ഇവർ. ഓക്കെ, in the Tudor and early Stuart period, social mobility grew as the middle class of gentry, yeomen, and burghers gained wealth and power from the nobility and clergy. They influenced the House of Commons and challenged royal authority. This change, fueled by industry, trade, and societal restructuring, was made possible by emergence of the new middle class, leading traditional England to evolve into a modern industrial society. അപ്പം ഈ ഒരു ട്യൂഡർ ആൻഡ് സ്റ്റുവാർട്ട് പീരീഡ്സിന്റെ ആദ്യ കാലത്തിലൊക്കെ മിഡിൽ ക്ലാസ്, യോമൻ, ബർഗർ, അതുപോലെ തന്നെ ക്ലേർജി, നോബിൾസ്, അപ്പൊ ഇവരുടെയൊക്കെ എന്താ പറയാ വെൽത്ത് ആൻഡ് പവർ പിന്നെ നേടിയത് കൊണ്ട് സോഷ്യൽ മൊബിലിറ്റി എന്താണ് വളരെയാണ് ചെയ്തത്. ഈ ഒരു ക്ലാസ് ഓഫ് പീപ്പിൾ, ഇത്രയും ക്ലാസ് ഓഫ് പീപ്പിൾസ് എന്താണ് പിന്നെ വെൽത്തും പവറൊക്കെ നേടിയതുകൊണ്ട് ഈ സോഷ്യൽ മൊബിലിറ്റി വളരെയാണ് ചെയ്യുന്നത്. അവര് ഹൗസ് ഓഫ് കോമണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചാലഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡസ്ട്രിയും ട്രേഡും സൊസൈറ്റൽ റീസ്ട്രക്ചറിങ്ങും ഒക്കെ ഇതുകൊണ്ടൊക്കെ എന്താണ് മിഡിൽ ക്ലാസിന്റെ എമർജൻസോടെ സാധ്യമാക്കി എന്നാണ് പറയുന്നത്. ട്രഡീഷണൽ ഇംഗ്ലണ്ടിന്റെ ഒരു മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആയിട്ട് പിന്നീട് എന്താണ് ഇവോൾവ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ക്ലാസ്. ഓക്കെ, in the Western societies, the ideas of class plays a significant role. People often analyze these societies using the concept of class. Social scientists generally agree on the main features of the social classes in modern times. അപ്പം ഈ വെസ്റ്റേൺ സൊസൈറ്റീസിലൊക്കെ ക്ലാസ് എന്ന ഒരു ഐഡിയ അതൊരു സിഗ്നിഫിക്കന്റ് റോൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേ ചെയ്യുന്നുണ്ട്. Sociologists usually think there are 3 main classes: upper class, working class or lower class and middle class. അപ്പം ഈ സോഷ്യോളജിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഈ ക്ലാസ്സിനെ തന്നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 3 ക്ലാസ് ഉണ്ട് എന്ന് അവര് വിശ്വസിക്കുന്നുണ്ട്. അതൊക്കെയാണ് അപ്പർ ക്ലാസ്, വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പർ ക്ലാസ്, വർക്കിംഗ് ക്ലാസ്, അതുപോലെ തന്നെ മിഡിൽ ക്ലാസ്. ഓക്കെ, ഇൻ സൊസൈറ്റീസ് ദി അപ്പർ ക്ലാസ് സ്റ്റാൻഡ്സ് ഔട്ട് ഡ്യൂ ടു their inherited elite positions. This inherited wealth brings them significant benefits like a unique lifestyle filled with the culture and leisure. They also impact economic policies and political choices by providing their kids with better education and opportunities. They help maintain with family wealth. Okay, അപ്പോൾ ഈ സൊസൈറ്റിയിൽ
അപ്പർ ക്ലാസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഇൻഹെറിറ്റഡ് ആയിട്ട് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള എലീറ്റ് പൊസിഷൻസ് കാരണം അവർ വേറിട്ട് നിൽക്കുകയാണ്. സൊസൈറ്റിയിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്, വേറിട്ട് നിൽക്കുന്നുണ്ട്. ഈ പാരമ്പര്യ സ്വത്തുക്കളൊക്കെ എന്താണ്, അവർക്ക് കാര്യമായ നേട്ടങ്ങളും നൽകിയിട്ടുണ്ട്. കൾച്ചറും ലീഷർ എന്ന് പറഞ്ഞാൽ ഒഴിവ് സമയങ്ങളൊക്കെ എന്താണ്, നിറഞ്ഞൊരു യുണീക് ലൈഫ് സ്റ്റൈൽ പോലെ. ഓക്കെ, ഇത് എക്കണോമിക് പോളിസീസിനെയും പൊളിറ്റിക്കൽ ചോയ്സസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അവരുടെ കുട്ടികൾക്ക് അതുപോലെ തന്നെ എന്താണ്, ബെറ്റർ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസും കൊടുക്കുന്നുണ്ട്. ആൻഡ് help to maintain family wealth. അപ്പോൾ family wealth maintain ചെയ്യാനും ഇത് help ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. The middle class appeared in Europe due to the growth of industrial and urban economies, initially called bourgeois or industrial class. The term later included groups between them and working class. Middle class people or sandwich class are mostly white collar workers with more money than those below them in a social hierarchy but less than those above. This group is defined by factors like occupation, income, education or social status. അപ്പം ഇൻഡസ്ട്രിയൽ ആൻഡ് urban എക്കണോമിക്സിന്റെ ഒക്കെ ഗ്രോത്ത് കാരണം മിഡിൽ ക്ലാസ് എന്ത് ചെയ്യാണ്, യൂറോപ്പിൽ അപ്പിയർ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, തുടക്കത്തിൽ ബോർജോയ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ക്ലാസ് എന്ന് അറിയപ്പെട്ടിരുന്നു. പിന്നീട് അവരെന്താവാണ്, വർക്കിംഗ് ക്ലാസ്സിനിടയിലുള്ള ക്ലാസ്സുകളിൽ ഇൻക്ലൂഡ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മിഡിൽ ക്ലാസ് പീപ്പിൾ അല്ലെങ്കിൽ സാൻഡ്വിച്ച് ക്ലാസ് കൂടുതൽ വൈറ്റ് കോളർ ജോബ്സും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ വൈറ്റ് കോളർ വർക്കേഴ്സ് ആയിരുന്നു ഇവരെന്ന് പറയുന്നത്. സോഷ്യൽ ഹൈറാർക്കിയിൽ താഴെയുള്ളവരെക്കാൾ പണമുള്ളവരും അല്ലെങ്കിൽ പക്ഷെ എന്താണ്, മുകളിലുള്ളവരെക്കാൾ കുറവായിരിക്കും ഈ ഒരു കാറ്റഗറി ആൾക്കാർ. ജോബ്, ഇൻകം, എഡ്യൂക്കേഷൻ, സോഷ്യൽ സ്റ്റേറ്റസ്, ഈ ഫാക്ടേഴ്സ് കൊണ്ടൊക്കെയാണ് ഈ ഗ്രൂപ്പിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദി ലോവർ ക്ലാസ് ഓൾസോ നോൺ ആസ് ദി വർക്കിംഗ് class faces hardship like poverty, homelessness and poor living condition. They often struggle with inadequate healthcare, housing, food, clothing, safety and steady income. With limited education, they worked in jobs with the little respect involving manual labor. അപ്പോൾ ഈ ലോവർ ക്ലാസ് താഴെ തട്ടിലുള്ള ആളുകൾ പോവർട്ടി, ഹോംലെസ്നെസ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം inadequate healthcare, housing, food, clothing, safety and steady income, they are struggling with these issues. ഓക്കെ, ലിമിറ്റഡ് എഡ്യൂക്കേഷൻ മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് റെസ്പെക്ട് മാത്രമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവർ മാനുവൽ ലേബർ, അതായത് കൈത്തൊഴിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ആളുകളായിരുന്നു. The class status of a person in Max Weber's terminology in his market situation, or in other words his purchasing power, the class status of a person also determines his life of chances. Okay, അപ്പം വെബ്സ്റ്ററിന്റെ ടെർമിനോളജിയിൽ ഒരാളുടെ ക്ലാസ് സ്റ്റേറ്റസ് എന്ന് പറയുന്നത് അയാളുടെ മാർക്കറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ പർച്ചേസിംഗ് പവർ ആണ്. ഒരാളുടെ ക്ലാസ് സ്റ്റേറ്റസ് അയാളുടെ ലൈഫ് ചാൻസസ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് മാക്സ് വെബർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ the economic position or class situation determines how many things considered desirable in their society can buy. Okay, അപ്പം അവരുടെ ഇക്കണോമിക് പൊസിഷൻസ് അല്ലെങ്കിൽ ക്ലാസ് സിറ്റുവേഷൻസ് എന്തൊക്കെ വാങ്ങാമെന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, എമർജൻസ് ഓഫ് ന്യൂ മിഡിൽ ക്ലാസ്. In England, a new middle class appeared between the wealthy landowners and hardworking lower class. However, understanding the real nature and origins of this middle class in terms of social mobility can be unclear. Many social historians and outside observers believe that the middle class acted as a path for people from the lower classes to achieve respectability. Okay, this suggests that the English middle class may have been a way for people to move up from lower social classes. അപ്പോൾ ഈ സോഷ്യൽ മൊബിലിറ്റിയുടെ ബേസിൽ മിഡിൽ ക്ലാസിന്റെ റിയൽ നേച്ചർ അല്ലെങ്കിൽ ഒറിജിൻസ് ഒന്നും എന്തല്ല നമുക്ക് ക്ലിയർ അല്ല. ഓക്കെ, ഒരുപാട് സോഷ്യൽ ഹിസ്റ്ററിയൻസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഒബ്സർവേഴ്സ് ഒക്കെ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മിഡിൽ ക്ലാസ് ആക്റ്റഡ് ആസ് എ പാത്ത് ഫോർ പീപ്പിൾ ഫ്രം ലോവർ ക്ലാസ്സസ് ടു അച്ചീവ് റെസ്പെക്ടബിലിറ്റി. ഇപ്പം ലോവർ ക്ലാസ്സിലുള്ളവർക്കും റെസ്പെക്ട് അച്ചീവ് ചെയ്യാനുള്ള ഒരു പാത്ത് ആയിട്ടാണ് ഈ മിഡിൽ ക്ലാസ്സിനെ ഹിസ്റ്ററിയൻസും അതുപോലെ തന്നെ ഔട്ട്സൈഡ് ബിലീവേഴ്സ് ഒക്കെ ഔട്ട്സൈഡ് ഒബ്സർവേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത് കാണുമെന്നാണ് പറയുന്നത്. This suggests that English middle class may have been a way of people to move up from lower social classes. Okay.
An assumption about the formation of a new middle class is that it came from the Industrial Revolution. After advancement in industry, technology, and organization, the social structure changed. Although recognizable peasants still exist in Western Europe, they had to adapt to new ways. Many peasants improved their education and adopted innovations like new crops, better seeds, and fertilizers. They also started to influence politics, urging governments to safeguard their agricultural interest. Okay. അപ്പോൾ ഈ ഇൻഡസ്ട്രി ഈ ടെക്നോളജി ഓർഗനൈസേഷൻ ഇതെല്ലാം കൊണ്ടും എന്ത് ചെയ്യാണ് അഡ്വാൻസ്മെന്റിന് ശേഷം സോഷ്യൽ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം എന്താണ് തിരിച്ചറിയാവുന്ന കുറച്ച് പെസൻസ് ഇപ്പോഴും വെസ്റ്റേൺ യൂറോപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരിപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദേ ഹാഡ് ടു അഡോപ്റ്റ് ന്യൂ വേസ്. അവർ കുറച്ച് ന്യൂ വേസ് എന്ത് ചെയ്തിരുന്നു, അഗ്രികൾച്ചറിൽ അവർ കുറച്ച് ന്യൂ വേസ് ഒക്കെ അഡോപ്റ്റ് ചെയ്തിരുന്നു. മെനി പെസൻസ് ഇംപ്രൂവ്ഡ് ദെയർ എഡ്യൂക്കേഷൻ ആൻഡ് അഡോപ്റ്റഡ് ന്യൂ ഇന്നോവേഷൻസ് ലൈക്ക് ന്യൂ ക്രോപ്സ്. അപ്പം ഒരുപാട് പെസൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രോപ്സിന് വേണ്ടിയിട്ട്, ബെറ്റർ സീഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഓക്കെ. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യാണ്, പിന്നെ അവരുടെ അഗ്രികൾച്ചർ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്തുകൊണ്ട് അവർ പൊളിറ്റിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ ബ്രിട്ടൻ brought about changes in social classes and the rise of middle class. ഓക്കെ. അപ്പം ഈ ബ്രിട്ടനിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ത് ചെയ്യാണ്, ഒരു സോഷ്യൽ ക്ലാസ്സസിൽ ഒരു ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരികയാണ്. ആൻഡ് റൈസ് ഓഫ് ദ മിഡിൽ ക്ലാസ്, അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, മിഡിൽ ക്ലാസ് എന്നുള്ള ഒരു പുതിയ ഗ്രൂപ്പ് റൈസ് ചെയ്തും വരികയാണ്. People initially had simple rural lives, but as they moved to cities and factories, three main classes, upper, middle, and working class emerged. Okay, അപ്പം ഈ ആളുകളൊക്കെ പിന്നീട് എന്ത് ചെയ്യാണ്, ഈ റൂറൽ ലൈഫ് ലീഡ് ചെയ്തിരുന്ന ആളുകൾ പിന്നീട് സിറ്റി ലൈഫിലേക്ക് മൂവ് ചെയ്യാണ്. അവിടെ അവരെന്ത് ചെയ്യാണ്, ഫാക്ടറീസും ഫാക്ടറികളിലേക്കൊക്കെ ജോലിക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇവര് മൂന്ന് മെയിൻ ക്ലാസ് ആണ്, അപ്പർ, മിഡില്, അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ്. ഇങ്ങനെ മൂന്ന് ക്ലാസ്സുകളായിട്ട് പിന്നീട് എമേർജ് ചെയ്യാണ് ചെയ്യുന്നത്. ദി ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രീസ് എലിവേറ്റഡ് മെനി ഓർ ഹയർ ക്ലാസ്സസ് വിത്ത് വെൽത്തി ഇൻഡസ്ട്രി സ്റ്റാർട്ട്സ് മൂവിംഗ് ഫ്രം മിഡിൽ ടു അപ്പർ മിഡിൽ ക്ലാസ് ആൻഡ് ഗെയിൻ മോർ പവർ ദാൻ ദി പ്രീവിയസ് അപ്പർ ക്ലാസ്. Okay, enhanced education allowed lower class individuals to secure better job, improve their social and financial status and move to the middle class. അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്, അവരുടെ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യാണ്, ലോവർ ക്ലാസ്സിൽ അവരുടെ എഡ്യൂക്കേഷൻ എൻഹാൻസ് ചെയ്യാൻ എന്താണ് അലോ ചെയ്യുന്നുണ്ട്. അതെന്തിനാ വെച്ചാൽ അവരുടെ ജോബ് ഒന്നുകൂടെ സെക്യൂർ ആക്കാനും, പിന്നെ അതുപോലെ തന്നെ അവരുടെ എന്താണ് ഇംപ്രൂവ് ദ സോഷ്യൽ ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ്, അവരുടെ സോഷ്യൽ ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനുമാണ്. ആൻഡ് മൂവ് ടു മിഡിൽ ക്ലാസ്, ഈ ലോവർ ക്ലാസ്സിൽ നിന്ന് മിഡിൽ ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യാനും കൂടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ ഒക്കെ ഇവർക്ക് അലോ ചെയ്ത് കൊടുക്കുന്നത്. Next is Industrial Revolution. The Industrial Revolution signifies a transition from an agricultural and handcrafted economy to an industrial and machine-based one. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സിഗ്നിഫൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ട്രാൻസിഷൻ ആണ്. അതായത് അഗ്രികൾച്ചറൽ ആൻഡ് ഹാൻഡിക്രാഫ്റ്റഡ് എക്കോണമിയിൽ നിന്നും ഇൻഡസ്ട്രിയൽ ആൻഡ് മെഷീൻ ബേസ്ഡിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആണ്. ഇനീഷ്യേറ്റഡ് ഇൻ late 18th century. ഇപ്പോൾ ബ്രിട്ടനിലെ late 18th സെഞ്ചുറിയിലാണ് ഇതെന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. It featured rapid growth in mechanization, production and social changes. Okay. British historian Arnold Toynbee popularized the term Industrial Revolution to describe Britain's economic transformation between 1760 and 1840. അപ്പോൾ ഈ അർണോൾഡ് ടോയിൻബി എന്നുള്ള ബ്രിട്ടീഷ് ഹിസ്റ്ററിയൻ ആണ് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നുള്ള ഈ ഒരു ടേം പോപ്പുലറൈസ് ചെയ്യുന്നത്. ഇതെന്തിനാന്ന് വെച്ചാല് ബ്രിട്ടന്റെ എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ, അതായത് 1760 to 1840 വരെയുള്ള ഈ ഒരു എക്കണോമിക് ട്രാൻസ്ഫോർമേഷനെ, ബ്രിട്ടന്റെ എക്കണോമിക് ട്രാൻസ്ഫോർമേഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ were technological, socio-economic and cultural. Okay. Next is the technological changes included. Okay. The use of new basic materials, chiefly iron and steel. The use of new energy sources, including both fuels and coals, the steam engine, electricity, petroleum, and internal combustion engine. Okay, അപ്പം ഈ ഒരു പീരീഡിൽ എന്താവാണ്, ന്യൂ എനർജി സോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഇൻവെൻഷൻസും കാര്യങ്ങളൊക്കെ വരികയാണ്. അതായത് ഫ്യൂവൽസ് ആൻഡ് കോൾ, അതായത് സ്റ്റീം എഞ്ചിൻ, ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് ഈ ഒരു പീരീഡിലാണ്. ഓക്കെ. The inventions of machines like the spinning jenny and power loom allowed for more production with
fewer people. അപ്പം കുറച്ച് ആളുകളെ മാത്രം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് ഇവർക്ക് കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതോട് കൂടിയിട്ട്. അതായത് ഈ സ്പിന്നിങ് ജെന്നി അതുപോലെ പവർ ലൂം പോലുള്ള മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുന്നു. ഇതെന്ത് ചെയ്യുന്നു ആളുകളുടെ എണ്ണം കുറച്ചിട്ട് കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ഇവരെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ന്യൂ വേ ഓഫ് വർക്കിംഗ് കോൾഡ് ഫാക്ടറി സിസ്റ്റം എമേർജ്. അപ്പം ഈ ഫാക്ടറി സിസ്റ്റം എന്നുള്ളൊരു ന്യൂ വേ എന്ത് ചെയ്യാണ് new way of working emerge ചെയ്യാണ് ചെയ്യുന്നത്. Involving more division of labor and specialized tasks. Important development in transportation and communication such as steam trains, steamship, cars, airplanes, telegraphs and radios. അപ്പം ഈ ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനിലും എന്താണ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെന്റ് തന്നെ ഉണ്ടാവുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റീം ട്രെയിൻസ് വരുന്നുണ്ട്, സ്റ്റീം ഷിപ്സും കാർസും എയർപ്ലെയിൻസും അതുപോലെ തന്നെ ടെലിഗ്രാഫ്സും റേഡിയോസും ഒക്കെ വരികയാണ് ചെയ്യുന്നത്. സയൻസ് ഇൻ ഇൻഡസ്ട്രി ഇസ് ഗ്രോവിംഗ്. ദിസ് ലീഡ്സ് ടു ബെറ്റർ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് മാസ് പ്രൊഡക്ഷൻ ഓഫ് മാനുഫാക്ചർഡ് ഗുഡ്സ്. These changes affect areas not related to industry too. അപ്പം ഈ ഒരു എന്താ പറയാ ചേഞ്ച് എന്ന് പറയുന്നത് ഇൻഡസ്ട്രി എന്നുള്ള ഒരു ഏരിയനെ മാത്രമല്ല എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദേ ഹെൽപ്ഡ് പ്രൊവൈഡ് ഫുഡ് ഫോർ മോർ പീപ്പിൾ ഹു ഡിഡ്ന്റ് ഫാം. അപ്പം കൃഷി ചെയ്യാത്ത ആളുകൾക്കും കൂടിയിട്ട് അവർ എന്ത് ചെയ്യും ഈ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതോടെ എന്തായി അവരെയും കൂടെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു രീതിയിലെത്തി. അവരെന്ത് ചെയ്യും ഈ ഫാം ചെയ്യാത്ത പീപ്പിൾസിനും കൂടിയിട്ട് ഫുഡ് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. മണി ബിക്കെയിം ഷെയർഡ് മോർ, ലാൻഡ് വാല്യൂ വെന്റ് ഡൗൺ ഡ്യൂ ടു മോർ ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ് ഇൻക്രീസ്ഡ് ബിറ്റ്വീൻ കൺട്രീസ്. Politics changed because of this economic shift. അപ്പൊ ഈ ഒരു ഇക്കണോമിക് ഷിഫ്റ്റ് വന്നതോടെ പൊളിറ്റിക്സിലും എന്ത് ചെയ്യാണ് ഒരു ചേഞ്ച് ഉണ്ടാവാണ്. ആൻഡ് ഗവൺമെന്റ്സ് മെയ്ഡ് ന്യൂ റൂൾസ് ഫോർ ആൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അപ്പൊ ഈ ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ്സ് എന്ത് ചെയ്യാണ് പുതിയ റൂള് കൊണ്ടുവരികയാണ്. Social scientists divided the industrial revolution into two parts. അപ്പോൾ സോഷ്യൽ സയന്റിസ്റ്റുകൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ 2 parts ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 1770 to 1870 വരെയാണ്. ഇതിൽ കൂടുതലായിട്ട് ഈ ഒരു പീരീഡിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചേഞ്ചസ് ഇൻവോൾവിംഗ് സ്റ്റീം, വാട്ടർ, അയൺ ആൻഡ് മൂവിംഗ് ഫ്രം ഫാമിങ്ങിൽ നിന്നും കൃഷിയിൽ നിന്നൊക്കെ മൂവ് ചെയ്യാണ്. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇൻഡസ്ട്രിയിൽ ഫോക്കസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് സ്റ്റീം, വാട്ടർ, അയൺ ഇതിലൊക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാണ് ചെയ്യുന്നത്. ദ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് 1870 ആൻഡ് 1914 ഈ ഒരു ഇതിന്റെ ഇടയിലായിരുന്നു സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. ഇതിൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ആയിട്ടും ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്തിരുന്നത്. ഇംപ്രൂവ്ഡ് transportation based on petrol engines and greater use of cheap steel and were the characteristic of at this stage. Okay, next is important discoveries or invention during industrial revolution. Okay, Edmund Cartwright's power loom. അപ്പം ഈ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻവെൻഷൻ എന്ന് പറയുന്നത് എഡ്മണ്ട് കാർട്ട്റൈറ്റ്സിന്റെ പവർ ലൂം ആണ്. 1787 ഇനാബിൾഡ് മാസ് പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്. അപ്പം ഈ ഒരു പവർ ലൂം എന്ന് പറയുന്നത് ഒരു ക്ലോത്തിങ് സെക്ഷനിൽ തന്നെ എന്താണ് ഒരു മാസ് പ്രൊഡക്ഷൻ ഉണ്ടാക്കാണ്. ആൻഡ് സ്റ്റീം എഞ്ചിൻ ഡെവലപ്ഡ് ബൈ ജെയിംസ് വാട്ട് ഇൻ ദ 1760s. അപ്പൊ 1760s ജെയിംസ് വാട്ടിന്റെ സ്റ്റീം എഞ്ചിൻ ഇതെന്ത് ചെയ്യാണ് ഫർദർ ട്രാൻസ്ഫോംഡ് കോട്ടൺ ഇൻഡസ്ട്രി ആൻഡ് ലേറ്റർ സ്റ്റീം ട്രെയിൻസ്. അപ്പം ആദ്യം കോട്ടൺ ഇൻഡസ്ട്രിയിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് എന്ത് ചെയ്യാണ് ട്രാൻസ്ഫോംഡ് കോട്ടൺ ഇൻഡസ്ട്രി ആൻഡ് ലേറ്റർ സ്റ്റീം ട്രെയിൻസ്. ഓക്കെ, സ്മെൽറ്റിംഗ് അയൺ എ ന്യൂ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് അയൺ. അപ്പൊ സ്മെൽറ്റിംഗ് അയൺ എന്ന് പറഞ്ഞാൽ ഒരു അയൺ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു ന്യൂ മെത്തേഡാണ്. ഡെവലപ്ഡ് ബൈ എബ്രഹാം ഡാർബി ആണ് ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്യുന്നത് 1678 to 1717. അയൺ വാസ് യൂസ്ഡ് ഫോർ ബിൽഡിംഗ്സ് ആൻഡ് റെയിൽവേസ്. അപ്പം ഈ കാര്യമായിട്ട് അയൺസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബിൽഡിംഗ്സിനും അതുപോലെ തന്നെ റെയിൽവേസ് ബിൽഡ് ചെയ്യാനുമാണ്. And next is steam train. Richard Trevithick invented the first working steam train in 1806. റിച്ചാർഡ് ട്രെവിത്തിക് ആണ് ഈ ഒരു സ്റ്റീം ട്രെയിൻ ഇൻവെന്റ് ചെയ്യുന്നത്. ജോർജ് സ്റ്റീഫൻസൺ സൺസ് rocket 1829 was important for convincing people of potential of steam trains. Okay, machine tools. Prior to the industrial revolution, metal was fashioned by hand, which was very labor intensive. Chemicals such as sulfuric acid and sodium carbonate were important in many industrial processes such as bleaching cloth and other products such as soap and paper. അപ്പം ഈ കെമിക്കൽ സൾഫ്യൂരിക് ആസിഡും സോഡിയം കാർബണേറ്റും ഒക്കെ ഇവർ കണ്ടതാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ഇൻ മെനി ഇൻഡസ്ട്രിയൽ പ്രോസസ്. ഒരുപാട് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിന് ഈ ഒരു സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ് പോലുള്ള കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ബ്ലീച്ചിങ് ക്ലോത്ത് എല്ലാം ബ്ലീച്ച് ചെയ്യാൻ, അതുപോലെ തന്നെ വേറെ പ്രോഡക്ട്സ് ആയിട്ടുള്ള സോപ്പ് അതുപോലെ തന്നെ പേപ്പർ ഒക്കെ നിർമ്മിക്കാനും
ഇത് ആവശ്യമായിരുന്നു. സിമെന്റ്, പോർട്ട്ലാൻഡ് സിമെന്റ് വാസ് ഇമ്പോർട്ടന്റ് ഇൻ ന്യൂ engineering products such as the Thames Tunnel. Okay, tarmac roads. Okay, Thomas Telford and John Macadam ഡെവലപ്ഡ് ബെറ്റർ റോഡ്സ്. അപ്പം ഇവരാണ് ആദ്യമായിട്ട് റോഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്, അതായത് ടാറ് വെച്ചിട്ടുള്ള റോഡൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഇവരാണ്. ഓക്കെ, വിത്ത് ഫേം ഫൗണ്ടേഷൻ, ഡ്രൈനേജ് ആൻഡ് സ്മൂത്ത് സർഫേസ്. ഓക്കെ, അപ്പം ഓക്കെ ഫൈൻ. Telegraph wire 1837 invented by Samuel Morse. So Samuel Morse 1837 telegraph invent ചെയ്യുന്നുണ്ട്. Next, social impact of the industrial revolution. The industrial revolution led to a significant social changes. അപ്പോൾ ഈ ഒരു പിന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കൻറ്റ് സോഷ്യൽ ചേഞ്ചസിലേക്കാണ് ഇത് ലീഡ് ചെയ്യുന്നത്. വിത്ത് പീപ്പിൾ മൂവിങ് ഫ്രം ഫാംസ് ടു സിറ്റീസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ഫാമിംഗ്, പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് ഫാക്ടറീസ് നീഡിങ് വർക്കേഴ്സ്. ഓക്കെ, അപ്പം ഈ പിന്നെ പീപ്പിൾസ്, ജനങ്ങൾ എന്ത് ചെയ്യാണ്, സിറ്റീസ് ഫാം ലാൻഡിൽ നിന്നും സിറ്റീസിലേക്ക് മൂവ് ചെയ്യാണ്. എന്തുകൊണ്ടൊക്കെയാന്ന് വെച്ചാൽ ഈ ഫാമിംഗിൽ വന്ന ചേഞ്ചസ്, അതുപോലെ തന്നെ പോപ്പുലേഷൻ ഗ്രോത്ത്, ഫാക്ടറീസ് നീഡിങ് വർക്കേഴ്സ്. ഓക്കെ, അപ്പൊ ഫാക്ടറികൾക്ക് വർക്കേഴ്സിനൊക്കെ ആവശ്യമായിട്ട് വന്നിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ എന്ത് ചെയ്യാണ്, ആളുകള് പിന്നെ ഫാമിൽ നിന്നും സിറ്റീസിലേക്ക് എന്ത് ചെയ്യാണ്, മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് വെൻ ഫാമിലീസ് ഷിഫ്റ്റഡ് ടു ഇൻഡസ്ട്രിയൽ സിറ്റീസ് ദേ വർക്ക്ഡ് ഇൻ മൈൻസ് ഓഫ് ഫാക്ടറീസ്. അപ്പം ഈ ഒരു എന്താ ഫാം ഫാമിലീസ് എന്ത് ചെയ്യാണ്, ഇൻഡസ്ട്രിയൽ സിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അവര് അവിടെ എന്ത് ചെയ്യാണ്, സിറ്റിയിൽ ഫാക്ടറി അല്ലെങ്കിൽ മൈൻ വർക്ക്സിലൊക്കെയാണ് അവര് ജോലി ചെയ്തിരുന്നത്. Many workers in these factories face poverty and tough living conditions during the industrial age. അപ്പൊ ഈ ഒരു ഇൻഡസ്ട്രിയൽ ഏജിൽ ഈ ഫാക്ടറീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഫേസ് ചെയ്തിരുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പോവർട്ടി, ദാരിദ്ര്യം, അതുപോലെ തന്നെ ടഫ് ലിവിങ് കണ്ടീഷൻ. അവരുടെ ലിവിങ് കണ്ടീഷൻ ഒക്കെ വളരെ മോശമായിരുന്നു. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡസ്ട്രിയലൈസേഷൻ മെയിൻലി ബെനിഫിറ്റഡ് ദി മിഡിൽ ക്ലാസ്. അപ്പൊ ഈ ഇൻഡസ്ട്രിയലൈസേഷന് കൂടുതലായിട്ടും ബെനിഫിറ്റ് എന്താ പറയാ, ഒന്നും കൂടി ബെനിഫിറ്റ് ആവുന്നത് middle class and however the middle class struggled with a tough working condition, poor housing, unclean environment and poverty. അപ്പം ഈ വർക്കിംഗ് ക്ലാസ് സ്ട്രഗിൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ടഫ് വർക്കിംഗ് കണ്ടീഷൻസ് കൊണ്ടും poor housing and unclean environment and poverty, ഇതുകൊണ്ടൊക്കെ വർക്കിംഗ് ക്ലാസ് എന്ത് ചെയ്യാണ്, സ്ട്രഗിൾ ചെയ്യാണ്. പക്ഷേ മിഡിൽ ക്ലാസ്സിന് ഇതെന്തായി, ഒരു ബെനിഫിറ്റ് ആയി, ഇൻഡസ്ട്രിയലൈസേഷൻ ഒരു ബെനിഫിറ്റ് ആയി എന്നാണ് പറയുന്നത്. ഇൻ ദോസ് ടൈംസ് there were no proper sewage or സാനിറ്റൈസേഷൻ സിസ്റ്റം. അപ്പം ഈ ഒരു പീരീഡിൽ ഒരു പ്രോപ്പർ സാനിറ്റൈസേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സീവേജ് സിസ്റ്റം, പ്രോപ്പർ സീവേജ് സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നു. വേസ്റ്റ് ആൻഡ് ഗാർബേജ് അക്യുമുലേറ്റഡ് ഇൻ സ്ട്രീറ്റ്. അപ്പം ഈ വേസ്റ്റും ഗാർബേജസ് ഒക്കെ സ്ട്രീറ്റിലെല്ലാം കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആൻഡ് സീവേജ് വാസ് ടേൺ ഇൻ ടു റിവേഴ്സ്. അപ്പൊ സീവേജ് ഒക്കെ റിവേഴ്സിലേക്കായിരുന്നു ഒഴുക്കി വിട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെയായിരുന്നു, അങ്ങോട്ടായിരുന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നത്. ദിസ് കോസ്ഡ് ബാഡ് സ്മെൽ, പൊല്യൂട്ടഡ് വാട്ടർ ആൻഡ് സ്പ്രെഡ് ഡിസീസസ് ലൈക്ക് കോളറ. അപ്പം ഇതെന്തായി, ബാഡ് സ്മെല്ല് ഉണ്ടാവാനും അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷനും അതുപോലെ തന്നെ ഡിസീസസ് സ്പ്രെഡ് ലൈക്ക് കോളറ പോലുള്ള ഡിസീസസ് സ്പ്രെഡ് ചെയ്യാനും ഇത് കാരണമായി എന്നാണ് പറയുന്നത്. മൂവിങ് ഓൺ. During that time in ബ്രിട്ടനിൽ ഈ സമയത്ത് എന്താണ്, വർക്കർ ഓർഗനൈസേഷൻ were forbidden. വർക്കർ ഓർഗനൈസേഷൻ ഒക്കെ ബാൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ വർക്കർ ഓർഗനൈസേഷൻ എല്ലാം അവിടെ എന്തായിരുന്നു, ഫോർബിഡൻ ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷെ സീക്രട്ട് ഗ്രൂപ്പ്സ് എല്ലാം ഈ ഒരു ടൈമിൽ ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ സീക്ക് ഇംപ്രൂവ്മെന്റ്സ് ഇൻ ലൈക്ക് ഹൈ പേ. അപ്പം ഹൈ പേയ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ഇവർ ഈ ഒരു ഗ്രൂപ്പ്സ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ദേ ലാക്ക് ദ പവർ ടു ക്രിയേറ്റ് ചേഞ്ച്. അപ്പോൾ ചേഞ്ച് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പവർ എന്തായിട്ടില്ലായിരുന്നു, ഇവർക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇൻഡസ്ട്രിയലൈസേഷൻ ക്രിയേറ്റഡ് എ ന്യൂ മിഡിൽ ക്ലാസ് ആൻഡ് വർക്കിംഗ് ക്ലാസ്. അപ്പൊ ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണ്, ഒരു ന്യൂ മിഡിൽ ക്ലാസിനെയും വർക്കിംഗ് ക്ലാസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ മിഡിൽ ക്ലാസ് ഇൻക്ലൂഡഡ് the middle class including entrepreneurs owned industries and enjoyed a comfortable life. The bourgeois emerged from diverse background and some rose from humble beginnings. അപ്പോൾ ഈ bourgeois എന്ത് ചെയ്യാണ്, diverse background ഈ bourgeois എന്ത് ചെയ്യുന്നുണ്ട്, emerge ചെയ്യുന്നുണ്ട്. They were admired for their luxurious life. Okay, the top middle class members were skilled professionals like naval and military officers, clergy and high-ranking government workers, university professor and school principals. അപ്പം ഈ ടോപ്പ് മിഡിൽ ക്ലാസ് മെമ്പേഴ്സ് ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും, അവര് ഭയങ്കര പ്രൊഫഷണൽസ് ആയിരിക്കും. ആരൊക്കെ പോലെ എന്ന് വെച്ചാൽ നേവി, മിലിറ്ററി ഓഫീസേഴ്സ്, ക്ലർജി, ഹൈ റാങ്കിങ് ഗവൺമെന്റ് വർക്കേഴ്സ്, യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ് ആൻഡ് സ്കൂൾ പ്രിൻസിപ്പൽ. ഓക്കെ, മോസ്റ്റ് മിഡിൽ ക്ലാസ് പീപ്പിൾ ലിവ്ഡ് ഇൻ സിറ്റീസ്. അപ്പം ഈ കൂടുതൽ മിഡിൽ ക്ലാസ് ആളുകളും ജീവിച്ചിരുന്നത് സിറ്റീസിലാണ്. ആൻഡ് എമേർജിങ് അപ്പർ മിഡിൽ ക്ലാസ് ഫോംഡ്. അപ്പം ഈ എമേർജ് ചെയ്ത് വരുന്ന ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഇവിടെ ഫോം ചെയ്യാണ്. Consisting of successful industrialists, manufacturers and bankers, they became successful became of the industrial revolution. They could send their kids to prestigious schools. അപ്പം ഇവർക്ക് എന്ത് ചെയ്യാമായിരുന്നു, ഇവരുടെ കുട്ടികളെയൊക്കെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്കൂളുകളിലേക്കൊക്കെ
വിടാൻ പറ്റും. അതുപോലെ തന്നെ allowing them to many marry into upper class and eventually blend with it. അപ്പം അതുപോലെ തന്നെ ഇവര് അപ്പർ ക്ലാസ്സിലുള്ള ഫാമിലീസ് നോക്കിയാണ് കല്യാണം കഴിക്കുക. ഓക്കെ, in 20th century the middle class and working class gained right to vote. അപ്പം ഈ 20th century ആയപ്പോഴത്തേക്കും മിഡിൽ ക്ലാസ്സും വർക്കിംഗ് ക്ലാസ്സും എന്ത് ചെയ്യുന്നുണ്ട്, റൈറ്റ് ടു വോട്ട്, അതായത് വോട്ടിനുള്ള റൈറ്റ് ഇവർ ഗെയിൻ ചെയ്യുന്നുണ്ട്. ലീഡിങ് ടു a shift from aristocracy to democracy. അപ്പം ഇത് അരിസ്റ്റോക്രസിയിൽ നിന്നും ഡെമോക്രസിയിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ആണ്. പവർ ഷിഫ്റ്റ് ടു കോമൺ പീപ്പിൾ ഇൻ ഇക്കണോമി ആൻഡ് പൊളിറ്റിക്സ്. അപ്പം ഈ കോമൺ പീപ്പിൾ എന്താണ് പവർ എന്ത് ചെയ്യാണ്, കോമൺ പീപ്പിളിലേക്ക് ഷിഫ്റ്റ് ആവാണ്. ഓക്കെ, പൊളിറ്റിക്സും അതുപോലെ തന്നെ ഇക്കോണമിയും ഇങ്ങനെയുള്ള പവറുകളൊക്കെ എന്ത് ചെയ്യണം, കോമൺ പീപ്പിളിലേക്കും കൂടെ ഷിഫ്റ്റ് ആവാണ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ഹെൽപ്പ് ദ മിഡിൽ ക്ലാസ് എക്സൽ ഇൻ സയൻസ്, ടെക്നോളജി, കൊമേഴ്സ് ആൻഡ് ബിൽഡ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. In the second half, Britain witnessed a significant change in its socio-economic and cultural aspects. അപ്പം സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും ഈ ബ്രിട്ടൻ എന്ത് ചെയ്യാണ്, ബ്രിട്ടൻ വിറ്റ്നസ്ഡ് ആവുന്നത് എന്തിനാന്നൊക്കെയാന്ന് വെച്ചാൽ സോഷ്യോ എക്കണോമിക് ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്സിൽ ഒരു ചേഞ്ച് തന്നെ ഉണ്ടാവുന്നതിന് ഈ ബ്രിട്ടൻ എന്ത് ചെയ്യാണ്, ഒരു വിറ്റ്നസ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ ലിസണിങ്.